ശ്രീ പണ്ഡ്യാല ഷാജി, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് പോകുന്നു. മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമിയും SDPI സഖ്യമുണ്ടാക്കുന്നു. അവരെ പരസ്പര സഹകരണ സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. അതിലുള്ള ആശങ്ക ഈ പ്രവർത്തന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നോക്കൂ, ക്യാപ്റ്റനായി പിണറായി തുടരുമോ എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട്. പക്ഷേ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം, പുതിയ തലത്തിലേക്ക് നീങ്ങുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയം, അതൊക്കെ ആ ഒരു ആധിയുടെ അടിസ്ഥാനത്തിൽ, ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ ഒരു മുസ്ലിം മുഖം അവതരിപ്പിക്കുന്നു നേതൃനിരയിൽ. ഒരു ഭാഗത്ത് ക്യാപ്റ്റനായിട്ട് തന്നെ തുടരണം എന്ന് വാദിക്കുന്ന ഒരുപാട് പേർ ഉണ്ട്. പക്ഷെ കൂടുതൽ സമ്മർദ്ദം വരുമ്പോൾ പിണറായി ചില കണ്ടീഷനുകളുടെ അടിസ്ഥാനത്തിൽ, ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ ബാറ്റൺ മരുമകനെ ഏൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ടോ? മറ്റൊരു കാര്യം കൂടി എനിക്കറിയേണ്ടത്, ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുതായി വരുന്നവർ ആരൊക്കെയായിരിക്കും? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് P ശശി പോലും കടന്നു വരും എന്നും കേൾക്കുന്നു. പാർട്ടിയുടെ അവസ്ഥ ആ ഒരു തലത്തിലേക്ക് പോകുമോ? അത്രയും നിലവാര തകർച്ച ഉണ്ടാകുമോ? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാൽ, പുതിയ കമ്മിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും നമ്പർ 1 തല്ലിപ്പൊളികളായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക്, സംസ്ഥാന കമ്മിറ്റിക്ക് വരും. അത് പോയിന്റ് ബ്ലാങ്കിലുള്ള മറുപടി. അതിൽ വേറെ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഏറ്റവും തല്ലിപ്പൊളികളായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ ഇതിനകത്ത് വന്നിരിക്കും. അതിൽ P ശശി വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു അസ്വാഭാവികതയുമില്ല. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് സാറ് പറഞ്ഞിരിക്കുന്ന സാധനമുണ്ട്. ഈ MBR-നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ആ പുറത്താക്കിയതാണ് വാസ്തവത്തിൽ ഇയാളുടെ രാശി തെളിഞ്ഞ സംഭവം. ഇയാൾ ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ MBR-നെ 1986 പുറത്താക്കി എന്നുള്ള സംഭവത്തിന്റെ മേലെ ഞാൻ സ്ഥിരമായി പറയുന്നതാണ്, ഉറങ്ങിയിട്ട് കിടക്കയിൽ വീണ കക്ഷിയാണ് ഇയാൾ. അത് ഫൈബർ ഫോമിന്റെ ബെറ്റിലാണ് ഇയാൾ വീണ്. അതിനുശേഷമാണ് ഈ മനുഷ്യൻ വ്യക്തിപരമായി അയാളുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പക, വെറുപ്പ്, നീചതരങ്ങൾ അത് മുഴുവൻ തന്നെ കെട്ടഴിച്ചു വിടുകയായിരുന്നു അയാൾ. ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആത്യന്തികമായ അയാളുടെ ഒരു ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അതാണ് ശരിക്കും. ആ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ അയാൾ നിർബാധം കണ്ണൂർ ജില്ലയിൽ കെട്ടഴിച്ചു വിടുകയും അക്രമത്തിന്റെയും അധാർമികതയുടെയും അനീതിയുടെയും പരമ്പരകളായിരുന്നു. ഞാനൊക്കെ അതിന് മാർട്ടിയറാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ 100 കണക്കിന് ആളുകൾ കണ്ണൂർ ജില്ലയിലുണ്ട്. ഇതിൽ പിന്നീടാണ് ഇയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നതും സെക്രട്ടേറിയറ്റിന് ശേഷം അയാൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമാകുന്നു. ഈ ഒരു വന്നിരിക്കുന്ന വാഴ്ചയിലാണ് ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടറിലേക്ക്, അതായത് AKG സെന്ററിലേക്ക് ഇയാൾക്ക് ആവശ്യമുള്ള ആളുകളെ മുഴുവൻ ഇയാൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ജനാധിപത്യ വിരുദ്ധതയുടെ പരകോടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ മനുഷ്യനുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന ഉപജാപക വൃന്ദങ്ങളുമായി തീർന്നു. ഈ വൃന്ദങ്ങളുമായി തീർന്നതിന്റെ ഒരു വലിയ രാഷ്ട്രീയമായ വിഷയം കിടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ, 2026 എന്താ ഇലക്ഷൻ നടക്കുമല്ലോ. ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇയാൾക്ക് ജയിക്കണമെങ്കിൽ ഇയാൾക്ക് എന്താണ് മാർഗം? അവിടെയാണ് ഈ സമ്മേളനത്തിനകത്ത് ഇപ്പോൾ കണ്ണൂർ പാർട്ടി ലോബിയുടെ വിഷയം പറഞ്ഞു, മറ്റേ ചില മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ഗംഭീരമല്ല എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരുപാട് ബഡായികളും ഉടായ്പകളും ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് വഴി പറഞ്ഞു എന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ പോലും എന്ത് പൊളിറ്റിക്സ് ആണ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തത്? അതാണ് അതിന്റെ കീ പോയിന്റ്. എന്ത് പൊളിറ്റിക്സ് ആണ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തത്? ഈ പൊളിറ്റിക്സ് ചർച്ച ചെയ്യാൻ ഇവർക്ക് കഴിയാതെ തികച്ചും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന സ്പ്രിന്റർ ആയിരിക്കുന്ന സംഭവത്തിനകത്ത് ഇവർ സെൻട്രലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തെ ഇവർ മറച്ചു വെക്കുന്നു എന്നാണ്. ഈ മറച്ചു വെക്കുന്നത് എവിടെയാണ് മറച്ചു വെക്കുന്നത്? 2026 ഇയാൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരണമെങ്കിൽ നിലവിലുള്ള ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ഭാഗമായി അവർക്ക് അധികാരമല്ലാതെ കിയാമ നാടുകളുടെ ദൂരത്തേക്ക് ഇവർ എത്തില്ല എന്ന് ഇവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അപ്പൊ എത്താനുള്ള പ്രായോഗികമായിരിക്കുന്ന മാർഗം എന്താണ്? ആ പ്രായോഗികമായ മാർഗത്തിന്റെ ഭാഗമായാണ് ഫാസിസ്റ്റിക് ആണോ അതൊന്നുമല്ല, അതായിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയാവുന്ന ചില തുടുന്യായങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതിനാണ്. അതിനർത്ഥം എന്തു വേണം? മുസ്ലിം ജനസാമാന്യത്തെ സമ്പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട വോട്ട് ആരുടെ വോട്ടാണ് കിട്ടുന്നത്? ആ കിട്ടേണ്ടുന്ന വോട്ട് ഹിന്ദു വോട്ടാണ്. ഈ ഹിന്ദു വോട്ട് കിട്ടുക എന്ന് പറയുന്ന രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇയാളെ വിവാദമായിരിക്കുന്ന ഒരു ഡൽഹി PR വർക്കില്ലേ, അപ്പൊ ഹിന്ദു പത്രത്തിനകത്ത് കൊടുത്ത് അതിനുശേഷം നമ്മൾ അത് ചർച്ച ചെയ്തതാണ്. അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന എല്ലാ സംഭവത്തിന്റെയും ഒരു രൂപരേഖ ഉണ്ടാക്കുമ്പോൾ ഇയാൾക്ക് പവറിൽ തിരിച്ചു വരാതെ ഈ മനുഷ്യന് കിടന്നുറങ്ങാൻ സാധ്യമല്ല.
അങ്ങനെയാണ് എങ്കിൽ ഇയാൾ ചെയ്യുന്ന പണി എന്താണ്? വാസ്തവത്തിൽ ഈ കേരളത്തിൽ ഇയാൾ ചെയ്യുന്ന പണി എന്താണ്? ഒരൊറ്റ പണിയാണ് എടുക്കുന്നത്. ഇയാളുടെ വ്യക്തിപരമായ താല്പര്യവും ഇയാളുടെ സിൽബന്ധികളുടെ താല്പര്യത്തിനും മാത്രമായി ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു വലിയ പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ ഇയാൾ ബലി കൊടുക്കുന്നു എന്നാണ്. അതെന്തിന്റെ ഭാഗവും കൂടിയാണത്? അത് നിലവിൽ ഭീതിയുണ്ട് എന്ന് പറയുന്ന ന്യൂനപക്ഷത്തെ കുറെ കൂടി ഭീതിയിലാഴ്ത്താവുന്ന, അതിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായാണ്. അങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ ആരാണ് ഇയാൾ? ഹു ഈസ് ഹി ആൻഡ് വാട്ട് ഈസ് ഹി ഇൻ കേരള ഹിസ്റ്ററി ആൻഡ് കേരള പൊളിറ്റിക്സ്? ആരാണ് ഇയാൾ വാസ്തവത്തിൽ? ഈ കേരളം കണ്ടിരിക്കുന്ന നമ്പർ 1 ക്രിമിനൽ പൊളിറ്റീഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നമ്പർ 1 ക്രിമിനൽ പൊളിറ്റീഷ്യൻ. ഈ നമ്പർ 1 ക്രിമിനൽ പൊളിറ്റീഷ്യനായി വാഴ്ത്തെടുക്കുന്നതിനുള്ള ആധികാരികമായിരിക്കുന്ന അരിയിട്ട് വാഴ്ചയുടെ സമ്മേളനമാണ് ഈ കൊല്ലത്ത് നടക്കുന്ന CPIM പാർട്ടി സംസ്ഥാന സമ്മേളനം. അതെന്തിന്റെ മുന്നോടിയും കൂടിയാണ്? അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ ആ മധുര പാർട്ടി കോൺഗ്രസിനകത്ത് ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു തീരുമാനം കൂടി എടുപ്പിക്കുമ്പോഴാണ് അതിന്റെ പേരെ സെൻട്രൽ കമ്മിറ്റി എന്തെങ്കിലും ഒരു ചെറിയ നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് വിഭിന്നമായിരിക്കുന്ന എന്തെങ്കിലും ചെറിയ ഒരു കാര്യം ഉണ്ടാവാനുള്ള സാധ്യത. അല്ലെങ്കിൽ ഇയാൾ വീണ്ടും ഏകഛത്രാധിപതിയായി ഇയാൾ തുടരുക തന്നെ ചെയ്യും. ഈ തുടരുക തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ അധാർമിക പ്രവൃത്തികളും കൂടെ വരും. അവിടെ വരുമ്പോ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ആര് വരും? ഇയാൾക്ക് പറ്റാവുന്ന ആളുകൾ മാത്രമേ ഇയാൾ സെക്രട്ടേറിയറ്റിലേക്ക് ഇയാൾ എടുക്കുകയുള്ളൂ. അതിൽ ശശി പ്രഥമഘടനീയനായി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. എന്താ കാര്യം എന്നറിയോ? ശശി ഉണ്ടായാൽ മറ്റാളുകളുടെ ആവശ്യം ഇയാൾക്ക് സെക്രട്ടേറിയറ്റിനകത്ത് ഇല്ല, ഒരാവശ്യമില്ല. കാരണം നയനാറുള്ള സമയത്ത് തന്നെ 14 ജില്ലകളിലെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും നിയന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം, നയനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത്. അതിൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ അത്തരം ഒരു അനുഭവപാഠത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ വളരെ ശക്തനാണ് ആ അർത്ഥത്തിൽ. അങ്ങനെ വരുമ്പോൾ എല്ലാ അധാർമികതകളും നിർബാധം എന്നോണം ചെയ്യുന്നതിൽ എല്ലാ പത്രങ്ങളിലും വന്നിരിക്കുന്ന സംഭവമാണ്. ആ ആളെ കുറിച്ചുണ്ടായിരിക്കുന്ന വാർത്തകൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പത്രങ്ങൾ വരുന്നില്ല. ഇതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് മീഡിയാസ് വാസ്തവത്തിൽ ഈ പറയുന്ന ലോബിയുമായി ഉണ്ടായിരിക്കുന്ന ബന്ധത്തിന്റെ വിഷയം. ഇല്ലെങ്കിൽ അതടക്കം പത്രങ്ങൾ വരേണ്ടതാണ്. ഇത് വരാതിരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അത് വളരെ കൃത്യമായി ഹൈഡ് ചെയ്യാതിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇവർ നേരത്തെ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. ഇതോടൊപ്പം തന്നെ ഇയാളുടെ ഈ നവകേരള സംഭവത്തിന്റെ അതിപ്പോ നവകേരള പുതുവടിക്കകത്ത് കൊണ്ടുവരുമ്പോൾ ഈ കേരളത്തിൽ കൊണ്ടുവരുന്ന എല്ലാ സാധനവും എന്താണ് വാസ്തവത്തിൽ? അത് മുഴുവൻ തന്നെ വളരെ കൃത്യമായി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അതിന്റെ സംരംഭങ്ങളുമാണ്. ഈ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിനെതിരായി ഏറ്റവും ഒരു വെല്ലുവിളി ഉയർത്തിയത് ആരായിരുന്നു കേരളത്തിൽ? അത് സാക്ഷാൽ സഖാവ് VS അച്യുതാനന്ദനാണ്. കടന്നുപോയിരിക്കുന്ന VS അച്യുതാനന്ദൻ, നടപ്പിലാക്കുന്നതിന് എതിർപ്പ് നിന്നിരിക്കുന്ന VS അച്യുതാനന്ദൻ ശരശയ്യയിൽ അദ്ദേഹത്തെ വീഴ്ത്തിയപ്പോ അദ്ദേഹം വിയോജിപ്പ് എതിർപ്പും പ്രകടിപ്പിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും എന്ത് ചെയ്യാന്നറിയോ? ഇയാൾ വളരെ ഭംഗിയായി പുതിയ കുപ്പായ കൊണ്ട് ഇയാൾ എടുത്തിട്ട് അവതരിപ്പിക്കുകയാണ്. അതിനർത്ഥം അവിടെയും കാണിക്കുന്ന എന്താണ്? വ്യക്തിപരമായിരിക്കുന്ന വൈരാഗ്യവും പകയും ഈ പാർട്ടിയുടെ വൗച്ചറിൽ വെച്ച് അയാൾ അതിമനോഹരമായി അയാൾ നടപ്പിലാക്കുകയാണ്. നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ഒരൊറ്റ ഒരുത്തൻ, ഞാൻ ടു ബി ഫ്രാങ്ക് വിത്ത് യു, ഒരൊറ്റ ഒരുത്തൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിക്കകത്തും ഇയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരൊറ്റയാൾ വരാൻ പോകുന്നില്ല, ഒരാൾ വരില്ല. ഞാൻ നിങ്ങളോട് ചെറിയൊരു ഉദാഹരണം പറയട്ടെ. ഒരു പരാതിയുടെയോ പരിഭവത്തിന്റെയോ ഭാഗമായിട്ട് പറയുന്നതല്ലേ ഞാൻ. കേവലം 21-22 വയസ്സ് മാത്രമാണ് SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന പിണറായിക്കാരിയായ ആ പെൺകുട്ടിക്കുള്ളത്. 21-22 വയസ്സാണ്. 22ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കണ്ണൂർ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലോ? Can you imagine? എന്താ ഇങ്ങനെ പറയുന്നത്? അതോടൊപ്പം തന്നെ പിണറായി പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വരികയാണ് ആ കുട്ടി. വന്നതിനെല്ലാവർക്കും പരാതി. പക്ഷെ എന്ത് സമരാനുഭവത്തിനും എന്ത് സംഘടനാ പാഠവത്തിന്റെ മേലെയാണ് ആ കുട്ടി ഇതിനകത്തേക്ക് വരുന്നത്? അതിനർത്ഥം എന്താണ്? ഇതിനർത്ഥം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ ഇയാൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, അയാൾ ഇൻസ്റ്റഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും വ്യക്തിപരമായ ആരോപണമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു സംഘടനയെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ സംഘടന എന്തായിക്കൂടാ? നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ സാധൂകരണമായി ആ സംഘടനക്ക് ഒരാളെ നിങ്ങൾ ഇൻസ്റ്റഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാം എങ്ങനെയെങ്കിൽ അത്രയേറെ ബുദ്ധിയും കഴിവും എഫിഷ്യൻസിയും ഉള്ള ഒരാളാണ് എങ്കിൽ. അതല്ല, അങ്ങനെയുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് വേണ്ടത് ആരാണ്? ഇയാളേക്കാൾ ബിലോ ആവറേജ് ആയിരിക്കുന്ന ആളുകളെ, ഇയാളെ ഏൽപ്പിക്കുന്ന തരം താണ പ്രവൃത്തികൾ മുഴുവൻ തന്നെ ഭംഗിയായി ചെയ്യാനായിരിക്കുന്നതാണ്. ആ ഭംഗിയായിരിക്കുന്ന ആളുകളാണ് ഇയാളുടെ ഏറ്റവും വലിയ കൈക്കാരെന്ന് പറഞ്ഞ ആളുകൾ. അതിൽപ്പെട്ട ഒരാളാണ് ഗോവിന്ദൻ.
അതിൽ പെട്ട ഒരാളാണ് പിന്നെ EP ജയരാജൻ. ഇവരെല്ലാം ഇയാൾ പറയുന്ന എന്ത് പ്രവൃത്തിയായിട്ട് P ശശി ഇതെല്ലാം ഇവരങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്ന അർത്ഥം ഇതിന്റെ ദുരന്തം മുഴുവൻ പേറുന്നത് ആരാണ്? വാസ്തവത്തിൽ ദുരന്തം മുഴുവൻ പേറുന്നത് കേരളത്തിലെ പൊതുജനങ്ങളാണെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ഞാൻ പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പാർട്ടി സഖാക്കളുണ്ട്. ആ പാർട്ടി സഖാക്കളെ പോലും അയാൾ വില കൽപ്പിക്കുന്നില്ല. അതിന് പറഞ്ഞ എല്ലാവരും പറഞ്ഞ വിഷയമാണ് ഈ പറയുന്ന ആശാ വർക്കർമാരുടെ സമരം. ആ സമരത്തോടെ അയാൾക്ക് ഒരു കരുണയോടെ ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത്? ഈ ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാത്ത ഒരാൾ ഒരു പാർട്ടിയെ വീണ്ടും നയിക്കുന്നു എന്ന് പറയാൻ അർത്ഥം പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പാർട്ടി പോളിറ്റ് ബ്യൂറോയും തന്റെ അധികാരത്തിനും താൻ സമ്പാദിച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ തനിക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന വെൽത്തിന്റെയും ഞാൻ നിർമ്മിച്ചിരിക്കുന്ന നിഗൂഢമായ സാമ്രാജ്യത്തിന്റെയും മുമ്പിൽ ഒരു മണ്ണാങ്കട്ടയും അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പോകുന്ന സമ്മേളനമായി ഈ കണ്ണൂർ ഈ പിന്നെ കൊല്ലം സംസ്ഥാന സമ്മേളനം മാറുമെന്ന് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വിശ്വസിക്കുന്ന ഒരാളാണ് മിസ്റ്റർ നമ്പ്യാർ. ഞാൻ അതുകൊണ്ട് ഒരു കാര്യോട് പറയാം, പാർട്ടി കമ്മിറ്റിക്കകത്തേക്ക് വരുന്ന ആളുകൾ മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ ഈ നമ്പർ 1 കാട്ടാസുകളാണെന്ന് പൊതുജനം പറയാവുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ടിക്കാർ തന്നെ പറയാവുന്ന ആളുകൾ ഈ പാർട്ടി കമ്മിറ്റിയിലേക്ക് ഉപരി കമ്മിറ്റിയിലേക്ക് വന്നാൽ അത്ഭുതപ്പെടുകയെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഇതിന്റെ വെടിയും കൂടിയാണ് ആര് പൊട്ടിച്ചത്? PK ഗുരുദാസൻ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത്. അത് വളരെ വളരെ കൃത്യമായി എറിഞ്ഞിരിക്കുന്ന ഒരു വെടിയാണത്. അപ്പൊ ഈ വെടിയുടെ അലയൊലികൾ സത്യത്തിൽ അവരുടെ പൊളിറ്റിക്കൽ സംഭവത്തിനെ ഡാമേജ് ചെയ്യുമെന്നുള്ളത് ഇനി കാണാനിരിക്കുന്ന ചിത്രവും കൂടിയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ കൊല്ലത്തെ MLA ഇല്ല അവിടെ എങ്ങും. നിങ്ങൾ കണ്ടുപിടിക്കുമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്.